പറ്റില്ല. ശരി കഷ്ടം. ചോരൊന്നുമില്ല, കണ്ടു ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിഞ്ഞു. എന്താ എനിക്ക് ചിരിക്കടാ. പഞ്ചാബി ഇഷ്ടപ്പെടുന്നു. ഓ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. രണ്ടുകൊല്ലമായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട്. ബെസ്റ്റ് മെമ്മൻസ് ലൈക്ക് എന്നെ പ്രപ്പോസ് ചെയ്തു 1.5 years ago. എൻ്റെ റൂംമേറ്റും ഇവനും കൂടെ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയതാണ്. ഞങ്ങൾ സർപ്രൈസാണ് പ്ലാൻ ചെയ്ത ആൾ. ഒരുപാട് നാള് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഈ പ്രപ്പോസൽ വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ അത്രയും കൊണ്ട് സ്റ്റാർട്ടിങ് വില്ലിങ് അല്ലായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സും കുറച്ച് സപ്പോർട്ടിങ് ആയതുകൊണ്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ ആളൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനെ. എന്നോട് പറഞ്ഞു നമുക്ക് ബീച്ചിൽ പോവാം, ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയത്. ടൊറന്റോ സിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു പാർക്കും വിത്ത് ബീച്ച് ഉണ്ടായിരുന്നു. അവിടെ ചേട്ടാണ് പ്രപ്പോസ് ചെയ്തത്. നല്ലൊരു മൊമെന്റ് ആയിരുന്നു ആക്ച്വലി അല്ലേ. തറന്നിട്ട് വന്ന പിന്നെ ഭയങ്കര എനർജി. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞല്ലേ. സംഗതി ഇവളെ കണ്ടുപിടിച്ചിട്ട് കുറെ നാളായി. പിന്നെ ഇവളുടെ ഫാമിലിനെ കാണുന്നത് ഇവിടെ വന്നതിന് കഴിഞ്ഞു. ഞങ്ങൾ എയർപോർട്ടിൽ വെച്ചാണ് ഫസ്റ്റ് ടൈം ഫാമിലി വീഡിയോ കോൾ അല്ല നേരിട്ട് കാണുന്നത്. 3 ദിവസം കഴിഞ്ഞിട്ട് സമ്മതമായി. 3 ദിവസം കൂടെ കഴിഞ്ഞ കല്യാണമായി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. സ്നേഹം പ്രകടിപ്പിക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾ നല്ല അടിയായിരുന്നു ചെറുപ്പത്തിൽ. അടിയെന്ന് പറഞ്ഞ ഒയ്യോ അതൊരൊന്നൊന്നര അടി, അത് പറയാൻ പറ്റില്ല. അതുപോലത്തെ അടി വെക്കുന്ന ടീംസ് ആയിരുന്നു. പക്ഷെ ചേച്ചി എന്ന് പറയുമ്പോൾ പാവ, ഭയങ്കര പാവ. ഞങ്ങളിൽ ഏറ്റവും സെൻസിറ്റീവ് ചേച്ചിയാണ്. ചെറിയൊരു കാര്യത്തിൽ പോലും പെട്ടെന്ന് വിഷമാവും, കരയും. പക്ഷെ ആള് ഭയങ്കര സപ്പോർട്ടീവാണ്, ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പം ദേഷ്യത്തിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ സങ്കടത്തിലൂടെ ആയിരിക്കും. പക്ഷെ ആള് ഭയങ്കര സ്വീറ്റാണ് ആള്. ചേട്ടൻ ചേച്ചിക്ക് മുന്നോട്ടുള്ള ലൈഫ് അടിപൊളിയായിട്ട്. ഓൾ ദി ബെസ്റ്റ്. So once again I'm inviting Miss Tomsi Tom and Nikhil Inashu. Give them a big round of applause, guys. ഞാൻ ആദ്യമായിട്ട് നിഖിലിനെ കാണുമ്പോൾ നിഖിൽ വളരെ പോയിന്റ് ടു പോയിന്റ് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, പോയിന്റ് ടു പോയിന്റ് ഫീഡ്ബാക്സ് ഉള്ളൂ. അപ്പോൾ നിഖിലെ അല്ല വിപിനെ എല്ലാം ഓക്കെ അല്ലേ, മറ്റേത് ഓക്കെ അല്ലേ, ഇത് ഓക്കെ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ടോംസിനെ കണ്ടതിന് ശേഷം നിഖിലാകെ മാറി. വളരെ പോസിറ്റീവാണ്, പോസിറ്റീവ് വൈബാണ് മൊത്തം. അപ്പോൾ ടോംസി ഒരു മാജിക്കൽ എലമെന്റ് ആണെന്ന് തോന്നുന്നു നിഖിലിന്റെ ലൈഫിൽ. നിഖില് ഫസ്റ്റ് ടൈം ടോംസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും നല്ല ഷോക്കായിരുന്നു. കാരണം ഇത് എങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കും എന്നുള്ളതല്ല, പക്ഷെ എനിക്ക് നിഖിലിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഷോക്കായിരുന്നു. ഇവൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു നിഖിലിനെ. പിന്നെ ഉള്ള ക്യൂരിയോസിറ്റി ടോംസിനെ കുറിച്ച് അറിയാനായിരുന്നു. എങ്ങനെയാണ്, ഫോട്ടോ കാണിച്ചു തരുമോ, പേര് പറയൂ. ടോംസി ആണെങ്കിൽ കുറേ സംസാരിക്കും. ടോംസി ഞാൻ ഫസ്റ്റ് ടൈമാണ് വിളിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല, കുറേ സംസാരിക്കും. അതിന് പകരം നിഖിലിനോട് ഞാൻ വിളിച്ചാൽ പോലും ഞാൻ ചോദിക്കണേനെ നിഖിൽ ഉത്തരം പറയും. പിന്നെ അടിച്ചുപൊളി ഇതുകൾ കുറേ ഇഷ്ടപ്പെടുന്നതാണ്.